ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീതയുടെ സാരത്തെക്കുറിച്ചാണ്. ഭഗവത്ഗീതയെ പൂർണ്ണമായി പഠിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും ഗീതയുടെ സന്ദേശത്തെ ഉൾക്കൊള്ളാനും നിത്യജീവിതത്തിൽ പകർത്താനും സഹായിക്കുന്ന വിധം വളരെ ലളിതമായ ഒരു ആഖ്യാനമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത. ഒരു ഗംഭീരമായ യുദ്ധമാണ് മഹാഭാരതത്തിൻ്റെ ഇതിവൃത്തം. ഒരേ കുലത്തിൽ ജനിച്ചിട്ടുള്ള രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ നടക്കുന്ന യുദ്ധം. ഒരു ഭാഗത്ത് പാണ്ഡവര്, മറുഭാഗത്ത് കൗരവര്. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സംവാദമാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിൽ 18 പർവങ്ങളുണ്ട്. അതിലെ ഭീഷ്മ പർവത്തിൽ വരുന്ന 18 അധ്യായങ്ങളെയാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് വിളിക്കുന്നത്. ഈ 18 അധ്യായങ്ങളിലായിട്ട് ആകെ മൊത്തം 700 ശ്ലോകങ്ങളുണ്ട്. ഈ 700 ശ്ലോകങ്ങളും പ്രധാനമായും രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന സംവാദമാണ്. ഒന്ന് ധൃതരാഷ്ട്രർ, മറ്റേത് സഞ്ജയൻ. ഭഗവത്ഗീത ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രരുടെ ചോദ്യത്തോടെയാണ്. അദ്ദേഹം ഒരു കാര്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിച്ചതോടുകൂടി അദ്ദേഹം മൗനത്തെ സ്വീകരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല. ശേഷിക്കുന്ന 699 ശ്ലോകങ്ങളും സഞ്ജയൻ കൊടുക്കുന്ന മറുപടിയാണ്. അതായത് ഭഗവത്ഗീതയുടെ സാരം വ്യക്തമായി ഗ്രഹിക്കണമെങ്കിൽ ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിൻ്റെ പൊരുൾ നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ പേര് ധൃതരാഷ്ട്രർ എന്നാണ്. രാഷ്ട്രത്തെ ധരിച്ചിരിക്കുന്നവൻ. രാഷ്ട്രം എന്നാൽ ശരീരം. ശരീരത്തെ ധരിച്ചിരിക്കുന്നവനാണ് അദ്ദേഹം, അതായത് ജീവനാണ്. ശരീരത്തെ ധരിച്ചിരിക്കുന്ന അദ്ദേഹം ജന്മനാ അന്ധനാണെന്നും പറയപ്പെടുന്നു. അന്ധത അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അജ്ഞാനിയായ ജീവനാണ്, അതായത് സ്വരൂപബോധമില്ലാത്ത ജീവൻ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അയാൾക്ക് ശരീരവും മനസ്സും ബുദ്ധിയും ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഇവ മൂന്നും പ്രവർത്തിക്കാനുള്ള കാരണം ശുദ്ധമായ ബോധത്തിൻ്റെ സാന്നിധ്യമാണെന്നും മനസ്സിലാക്കാൻ പറ്റും. ഈ ശുദ്ധമായ ബോധമാണ് അയാളുടെ ആത്മാവ്. ആ ബോധത്തിന് വാസ്തവത്തിൽ ശരീരത്തോടോ മനസ്സിനോടോ ബുദ്ധിയോടോ ചേർച്ചയില്ല. അത് സ്വതന്ത്രമായി നിൽക്കുകയാണ്. എന്നാൽ ഈ ശരീരമനോബുദ്ധികളോടുള്ള താതാത്മ്യത്താൽ താൻ പരിമിതമായ ഒരു വ്യക്തിത്വമാണെന്ന് അത് തെറ്റിദ്ധരിക്കുന്നു. ഈ തെറ്റിദ്ധാരണയുടെ പേരാണ് ജീവഭാവം. താൻ ഒരു വ്യക്തിയായി നിലകൊള്ളുന്നതാണ് ജീവൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവാണ്, സ്വതന്ത്രനാണ്, എന്നാൽ പരിമിതനായിട്ട് ക്രീഡിക്കുന്നു, അതാണ് ജീവൻ. അപ്പൊ ജീവൻ സ്വരൂപത്തെ, അതായത് താൻ സ്വതന്ത്രനായ ആത്മാവാണ്, ശുദ്ധബോധ വസ്തുവാണെന്ന് വിസ്മരിച്ചുകൊണ്ട്, മറന്നുകൊണ്ട് ശരീരമനോബുദ്ധികൾ ഉള്ളവനാണെന്ന രീതിയിൽ വ്യവഹരിക്കുന്നു. ഇതാണ് അജ്ഞാനിയായ ജീവൻ. ഈ അജ്ഞാനിയായ ജീവന്റെ പ്രതീകമാണ് ധൃതരാഷ്ട്രർ. അദ്ദേഹത്തിന് ഒരു സംശയം. അതാണ് അദ്ദേഹം തുടക്കത്തിൽ ചോദിക്കുന്നത്. ആ സംശയം ഇങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. അദ്ദേഹം സഞ്ജയനോട് ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാനുള്ള ഉത്സാഹത്തോടുകൂടി അണിനിരന്നിട്ടുള്ള എൻ്റെ ആൾക്കാരും പാണ്ഡുവിൻ്റെ ആൾക്കാരും എന്ത് ചെയ്തു? യുദ്ധത്തെക്കുറിച്ചാണ് ജീവന്റെ സംശയം. യുദ്ധം നടക്കുന്നത് കുരുക്ഷേത്രത്തിലാണ്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള ഇടം. ഈ ലോകത്തിൽ പ്രവൃത്തി നടക്കണമെങ്കിൽ ശരീരം കൂടിയേ തീരൂ. ശരീരമില്ലെങ്കിൽ കർമ്മമില്ല. അപ്പോൾ കർമ്മം ചെയ്യാനുള്ള ക്ഷേത്രം ശരീരം തന്നെ. അതുകൊണ്ട് ഇതാണ് കുരുക്ഷേത്രം. ഈ ക്ഷേത്രത്തെ, ഈ ശരീരത്തെ ധർമ്മക്ഷേത്രം എന്നുകൂടി വിളിക്കുന്നു. ക്ഷേത്രം എന്ന വാക്കിന് കൃഷിയിടം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ധർമ്മത്തെ വിളയിക്കാനുള്ള ഭൂമിയാണ് ഈ ശരീരം. ധർമ്മം എന്നുള്ളത് ധൃധാതു, ധരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന പദമാണ്. ഒരു വസ്തുവിനെ അതായി നിലനിർത്തുന്നതെന്തോ അതാണ് അതിൻ്റെ ധർമ്മം. അപ്പോൾ ഒരു ജീവനെ നമ്മൾ എടുത്താൽ അയാൾക്ക് ശരീരമുണ്ട്, ആ ശരീരം കർമ്മം ചെയ്യുന്നുണ്ട്. ആ കർമ്മം എവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു? അത് അയാളുടെ മനസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്നാണ്. ആ ആഗ്രഹങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? ആവർത്തിച്ചുള്ള ചിന്തയിൽ നിന്നാണ്. ചിന്തകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് ആഗ്രഹങ്ങളായിട്ട് പരിണമിക്കുന്നത്. ഈ ചിന്തകൾ വീണ്ടും വീണ്ടും എവിടെ നിന്നാണ് ആവിർഭവിക്കുന്നത്? അത് സൂക്ഷ്മ രൂപത്തിലുള്ള സംസ്കാരങ്ങളിൽ നിന്നാണ്. ഇതിനെയാണ് നമ്മൾ വാസന എന്ന് പറയുന്നത്. വാസന ചിന്തയുടെ ബീജമാണ്. വാസനയിൽ നിന്നും വിരിയുന്നതാണ് ചിന്ത.
ഒരു വാസനയെ പല ആവർത്തി ചിന്തയായിട്ട് ആവിർഭവിപ്പിച്ചാൽ അത് ആഗ്രഹമായിട്ട് പരിണമിക്കും. ആ ആഗ്രഹം കർമ്മമായിട്ട് പരിണമിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്നത് ഈ വാസനകളാണ്. അതായത് അയാളായി നിർത്തുന്നത് ഈ വാസനയാണ്. അതുകൊണ്ട് ജീവന്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ വാസന സമുച്ചയമാണ്. അപ്പോൾ ധർമ്മത്തെ വിളയിക്കാനുള്ള ഭൂമിയാണ് ശരീരം. ഈ വാസനകളെ കർമ്മമാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ ജീവഭാവത്തിൻ്റെയും മൂല കാരണം വാസനകളെ കർമ്മങ്ങളാക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ചോദ്യം വരും, വാസന എവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു? മറുപടി കർമ്മത്തിൽ നിന്നാണ്. അതിനൊരു ഉദാഹരണം നോക്കാം. ഒരു വ്യക്തി ആദ്യമായിട്ട് ഒരു പായസത്തെ കാണുന്നു. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പം കണ്ടു, അത് കഴിഞ്ഞ് അതൊന്ന് മണത്തു, എന്നിട്ട് അത് രുചിച്ചു നോക്കി. ഈ പ്രവൃത്തി ചെയ്തതിലൂടെ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വാസന ജനിക്കും. ഒന്നെങ്കിൽ അയാൾക്കത് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. രണ്ടാണെങ്കിലും വാസനയുണ്ടായി. ആ വാസനയെ ആവർത്തിച്ച് ചിന്തിച്ചാൽ, ഇപ്പം ഇഷ്ടപ്പെട്ടു എന്ന കാര്യം ആവർത്തിച്ച് ചിന്തിച്ചാൽ, ആ രുചിയെ, ആ മണത്തെ, ആ കാഴ്ചയെ വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ അത് ആഗ്രഹമായിട്ട് പരിണമിക്കും. അപ്പൊ ഇഷ്ടമായി എന്നതാണ് ആഗ്രഹമെങ്കിൽ വേണമെന്ന ഭാവം വന്നു. ഇഷ്ടമായിട്ടില്ലെങ്കിൽ വേണ്ട എന്ന ഭാവം ജനിക്കും. അപ്പൊ ആഗ്രഹങ്ങൾ രണ്ട് തരത്തിൽ, വേണമെന്നുള്ളതിന് രാഗമെന്നും വേണ്ട എന്നുള്ളതിന് ദ്വേഷമെന്നും. ഇപ്പൊ രാഗദ്വേഷങ്ങൾ ഉണ്ടാകും. ഇതിനെയാണ് കാമം എന്ന് പറയുന്നത്, ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങൾ കർമ്മമായിട്ട് പരിണമിക്കും. വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ പായസം സമ്പാദിക്കാനായിട്ട്, അത് വീണ്ടും കഴിക്കാനായിട്ട് പരിശ്രമിക്കും. വേണ്ട എന്നാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടും പരിശ്രമിക്കും. അപ്പോൾ ഇവിടെ കർമ്മം ചെയ്തു, പായസത്തെ കണ്ടു, മണത്തു, രുചിച്ചു. ആ കർമ്മത്തിൽ നിന്നും വാസനയുണ്ടായി. ഈ വാസനയിൽ നിന്നും വീണ്ടും കർമ്മമുണ്ടായി. അപ്പോൾ വാസനയുടെ ഉറവിടം കർമ്മമാണെന്നും കർമ്മത്തിന്റെ ഉറവിടം വാസനയാണെന്നും മനസ്സിലാക്കിയാൽ ഇതൊരു ചക്രമാണെന്ന് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തെ അയാളുടെ ഉള്ളിൽ വാസനയുണ്ടെങ്കിൽ അത് ഏതോ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ആ കർമ്മത്തെയാണ് നമ്മൾ പൂർവാർജിതമായ കർമ്മം, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അതിന്റെ ഫലമായി കിട്ടുന്നതാണ് ആ വാസന. ആ വാസനകൾ അയാളുടെ വ്യക്തിത്വത്തിന്റെ ധർമ്മത്തെ നിശ്ചയിക്കുന്നു. അതുകൊണ്ട് അത് അയാളുടെ ധർമ്മമാണ്, സ്വന്തം ധർമ്മമാണ്, അതായത് സ്വധർമ്മമാണ്. അപ്പൊ അതുകൊണ്ട് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിലാണ് യുദ്ധം നടക്കുന്നത്. ഈ ശരീരമാണ് കുരുക്ഷേത്രം. ഇത് നമ്മുടെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ജീവഭാവത്തിൽ ഇരിക്കുന്നവരാണ്. ശരീരവും മനസ്സും ബുദ്ധിയും പരിമിതപ്പെട്ട് നിൽക്കുന്ന ബോധത്തോടു കൂടിയവരാണ്. അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരും ഈ ഭാവത്തെ സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ വാസനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വധർമ്മം ചെയ്യാനുള്ള ഇടമാണ്, കർമ്മം ചെയ്യാനുള്ള ഇടമാണ് ഈ ക്ഷേത്രം, ഈ ശരീരം. ഈ ശരീരത്തിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്, സംഘർഷം ഉണ്ടാവാൻ പോവുകയാണ്. രണ്ട് കൂട്ടർ തമ്മിലാണ്. ഒരു ഭാഗത്ത് പാണ്ഡവര്, മറുഭാഗത്ത് കൗരവര്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്വധർമ്മമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അയാളുടെ കർമ്മത്തെ നിശ്ചയിക്കുന്നത് ഈ സ്വധർമ്മമാണെന്നും നമ്മൾ ഗ്രഹിച്ചു. അപ്പോൾ ഒരു ജീവൻ ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് എന്താ? അയാളുടെ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന കർമ്മത്തെയാണ്. എന്നാൽ അയാളുടെ ഉള്ളിൽ പുറമേ നിന്നുള്ള സ്വാധീനം കൊണ്ട് മറ്റ് ധർമ്മങ്ങളും പ്രവേശിക്കാം, മറ്റ് വാസനകൾ, സംസ്കാരങ്ങൾ പ്രവേശിക്കാം. അത് ഉള്ള വാസനയ്ക്കും സംസ്കാരത്തിനും വിരുദ്ധമാകാം. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പരധർമ്മം എന്ന് പറയുന്നത്. ഒന്ന് സഹജമായിട്ടുള്ളത്, അത് സ്വധർമ്മം. അതിനു വിരുദ്ധമായി പുറമേ നിന്ന് വരുന്നതാണ് പരധർമ്മം. ഉദാഹരണത്തിന്, ഒരു വ്യക്തി വളരെയധികം പ്രവർത്തിക്കുന്ന ആളാണെന്ന് കരുതുക. കാലത്ത് നേരത്തെ എണീറ്റുകൊണ്ട് രാത്രി വളരെ വൈകി കിടക്കുന്നത് വരെ അയാൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പല സംഘടനകളിലും അയാൾ അംഗമാണ്. ഓരോരോ കാര്യങ്ങൾ ചെയ്യും, വളരെയധികം ആൾക്കാരുമായിട്ട് ഇടപഴകും. അങ്ങനെ എപ്പോഴും അദ്ദേഹം ബിസിയാണ്. ഒരല്പം നേരം പോലും വിശ്രമിക്കാൻ കിട്ടുന്നില്ല. അയാൾ അതിൽ വളരെ സന്തുഷ്ടനാണ്. കാരണം അയാളുടെ സ്വധർമ്മമാണ് ആ പ്രവൃത്തി, സ്വധർമ്മത്തിന് അനുയോജ്യമായ പ്രവൃത്തിയാണ്. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അയാൾ മറ്റൊരു വ്യക്തിയെ ഒരിക്കൽ കണ്ടുമുട്ടുന്നു. അയാൾ ഇങ്ങനെ ഒന്നും ഇടപഴകാതെ വളരെ സാവകാശം എണ്ണീട്ട് കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് തൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നോക്കി അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് ഈ പറഞ്ഞ തിരക്കൊന്നുമില്ല, നല്ല വിശ്രമമാണ് കാണുമ്പോൾ. അപ്പോൾ സഹജമായ വാസന ഇങ്ങനെ തീവ്രമായി പ്രവർത്തിക്കാനാണെങ്കിലും അയാളുടെ ആ ഭാവം കാണുന്ന സമയത്ത് ഒരു വാസന, ഒരു സംസ്കാരം അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഇരുന്നാലും നല്ല രസമാണെന്ന്. ആ വാസനയെ ആവർത്തിച്ച് ചിന്തിച്ച് നമ്മൾ കാമമാക്കി മാറ്റിയാൽ, ആഗ്രഹമാക്കി മാറ്റിയാൽ പിന്നെ അങ്ങനെ ഇരിക്കാൻ നമുക്ക് തോന്നും. അപ്പൊ സഹജമായ നമ്മുടെ ധർമ്മത്തിന് വിരുദ്ധമായ ഒരു ധർമ്മം അവിടെ ഉണ്ടാവുകയാണ്. അതാണ് പരധർമ്മം.
ഇങ്ങനെ പരധർമ്മം ഒരു ഭാഗത്തും സ്വധർമ്മം ഒരു ഭാഗത്തും രണ്ടും വിരുദ്ധമായി നിൽക്കുന്ന സമയത്ത് അവിടെ സംഘർഷമുണ്ടാവും. അങ്ങനത്തെ ഒരു സംഘർഷത്തെയാണ് മഹാഭാരത യുദ്ധം സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. അവിടെ സ്വധർമ്മമായി നിൽക്കുന്നത് പാണ്ഡവരും പരധർമ്മമായി നിൽക്കുന്നത് കൗരവരുമാണ്. ഇവിടെ അജ്ഞാനിയായ ജീവന് പരധർമ്മത്തിലാണ് താല്പര്യം. അതുകൊണ്ടാണ് മാമക, എൻ്റെ ആൾക്കാർ എന്നാണ് കൗരവരെ വിളിക്കുന്നത്. കാരണം ധൃതരാഷ്ട്രരുടെ മക്കളാണ് ആ സേനയെ നയിക്കുന്നത്. അപ്പോൾ എൻ്റെ ആൾക്കാർ, അതായത് പരധർമ്മത്തോട് വാഞ്ചയുള്ള, സ്വധർമ്മത്തെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഭാവത്തിൽ നിൽക്കുന്ന അജ്ഞാനിയായ ജീവനാണ് ധൃതരാഷ്ട്രർ. അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു മനസ്സിൽ സ്വധർമ്മവും പരധർമ്മവും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് സഞ്ജയനോടാണ്. സഞ്ജയൻ എന്ന വാക്കിനർത്ഥം നന്നായി ജയിച്ചവൻ എന്നാണ്. ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, സ്വധർമ്മവും പരധർമ്മവും തമ്മിൽ നടക്കുന്ന യുദ്ധം. ആ യുദ്ധത്തെ നന്നായി ജയിച്ചവനാണ് സഞ്ജയൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. കാരണം ഒരു യുദ്ധത്തിൽ എന്ത് നടക്കുന്നുവെന്ന് ആ യുദ്ധം പൊരുതിയവനല്ലേ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ സഞ്ജയൻ എന്ന് പറയുന്നത് സ്വധർമ്മത്തെ ജയിപ്പിച്ചവനാണ്. അതായത് പരധർമ്മത്തെ തോൽപ്പിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചവനാണ്, സ്വധർമ്മം ചെയ്ത് ജീവിക്കുന്നവനാണ്. അങ്ങനെയുള്ള വ്യക്തി ഒരു ഗുരുതുല്യനായിരിക്കുന്ന വ്യക്തിയാണ്. തൻ്റെ അകത്തുള്ള സംഘർഷത്തെ ഒഴിവാക്കി സ്വധർമ്മത്തിന് വിജയം കൊടുത്ത് പരധർമ്മത്തെ പുറത്താക്കി ശാന്തമായ രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഗുരുതുല്യനാണ് സഞ്ജയൻ. അപ്പോൾ അജ്ഞാനിയായ ധൃതരാഷ്ട്രർ ജ്ഞാനിയായ സഞ്ജയനോട് ചോദിക്കുകയാണ്, സ്വധർമ്മവും പരധർമ്മവും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ എന്ത് സംഭവിച്ചുവെന്ന്. അതിന് മറുപടിയായിട്ട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നത് അർജുനന്റെയും കൃഷ്ണന്റെയും കാര്യമാണ്. അതായത് പാണ്ഡവ പക്ഷം, സ്വധർമ്മ പക്ഷത്തുള്ള ഒരു ജീവൻ. ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാലത്ത് മാത്രം നടക്കുന്ന ഒന്നല്ല, കാലാകാലങ്ങളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധത്തിന്റെ പ്രതീകത്തെ അവിടെ സഞ്ജയൻ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നു എന്ന അർത്ഥത്തിലല്ല, എല്ലാ കാലത്തും എല്ലായിടത്തും നടക്കുന്ന ആ യുദ്ധത്തിന്റെ ഒരു ചിത്രം വരച്ച് കാണിക്കുകയാണ്. അവിടെ ആ യുദ്ധഭൂമിയിൽ ഒരു ഭാഗത്ത് സ്വധർമ്മമുണ്ട്, മറുഭാഗത്ത് പരധർമ്മമുണ്ട്. അവിടെ ജീവൻ ഏതുപോലെയാണോ ധൃതരാഷ്ട്രർ ഇവിടെ ഇരിക്കുന്നത്, അതേപോലെ ഒരു ജീവൻ ശരീരം, മനസ്സ്, ബുദ്ധി ഇവയോട് താതാത്മ്യം പ്രാപിച്ച് സ്വധർമ്മമാണ് ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി ആ സ്വധർമ്മത്തെ പാലിക്കണമെന്ന് മനസ്സിലാക്കി പരധർമ്മത്തിനെതിരെ യുദ്ധം പുറപ്പെടുവിച്ച് ആ പരധർമ്മത്തെ തോൽപ്പിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ജീവൻ. ആ ജീവനെയാണ് പാർത്ഥൻ എന്നും അർജുനൻ എന്നും വിളിക്കുന്നത്. അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. സ്വധർമ്മം ജയിക്കണം, പരധർമ്മത്തെ തോൽപ്പിക്കണം. പക്ഷേ അങ്ങനെ യുദ്ധക്കളത്തിൽ വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന് ധൃതരാഷ്ട്രർക്കുണ്ടായ അതേ അവസ്ഥയുണ്ടായി. അദ്ദേഹം തൻ്റെ രഥത്തെ നയിക്കുന്ന പാർത്ഥസാരഥിയായ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, 2 സൈന്യങ്ങൾക്കും മധ്യത്തിൽ എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തുക. നമ്മുടെ ദേഹം പ്രവർത്തിക്കുന്നത് ബോധത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ജീവൻ എന്ന് പറയുന്നത് ശരീര മനോബുദ്ധികളോട് താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ ബോധം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ജീവന് നിലനിൽപ്പുള്ളത്. അപ്പോൾ ദേഹമാകുന്ന രഥത്തെ ചലിപ്പിക്കുന്നത് വാസ്തവത്തിൽ ചൈതന്യമായ ഭഗവാനാണ്. അതുകൊണ്ട് അർജുനന്റെ രഥത്തിന്റെ സാരഥി ഭഗവാനാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ശുദ്ധമായ ബോധം, ആ ബോധത്തിന് ഏതൊരു ശരീരത്തോടും താതാത്മ്യമില്ല. അത് പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് അതിനെ അതിക്രമിച്ചു നിൽക്കുന്ന പൊരുളാണ്. അതുകൊണ്ട് ആ ചൈതന്യത്തെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. ഒന്ന് ജീവൻ, അത് പാർത്ഥൻ, മറ്റേത് ഈശ്വരൻ, അത് ശ്രീകൃഷ്ണൻ. ഈ ഭഗവാനാണ് ഓരോ രഥത്തെയും ചലിപ്പിക്കുന്നത്. ഓരോ ജീവനും ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ശുദ്ധമായ ബോധം, ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നവൻ ഭഗവാൻ. അപ്പോൾ ആ ഭഗവാനോട് അദ്ദേഹം പറയുകയാണ് നടുവിൽ കൊണ്ടുപോയി നിർത്താൻ. കാരണം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ നടുവിൽ ചെന്ന് നിൽക്കുന്ന അർജുനൻ കാണുന്നത് മറുപക്ഷത്തുള്ളവരും തൻ്റെ കുലത്തിലുള്ളവരാണ്. ഇവിടെ ഇതുവരെ അയാൾക്കൊരു ധാരണയുണ്ടായിരുന്നു, ഇതെൻ്റെ സ്വധർമ്മം, അത് പരധർമ്മം. സ്വധർമ്മമാണ് സംരക്ഷിക്കേണ്ടത്, പരധർമ്മത്തെ തോൽപ്പിക്കണം. ആ ഭാവത്തിൽ നിൽക്കുന്ന അർജുനൻ പക്ഷേ ഇവിടെ മധ്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്നത് മറുപക്ഷത്തുള്ളവരും തനിക്ക് വേണ്ടപ്പെട്ടവരാണ്, തൻ്റെ ആൾക്കാരാണ്. അതായത് സ്വധർമ്മമേത് പരധർമ്മമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ സംഘർഷം തന്നെ ഒഴിവാക്കി പോകാനാണ് അർജുനന് തോന്നുന്നത്. അതിനായി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അർജുനനൊരു ഗുണമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഭഗവാനുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ജീവനാണ്. ഭഗവാനെ അറിഞ്ഞിട്ടില്ല, ഭഗവാനെ സാക്ഷാത്കരിച്ചിട്ടില്ല, പക്ഷെ ആ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ജീവനാണ് അർജുനൻ.
അതുകൊണ്ട് പരമാവധി യുദ്ധത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ സാന്നിധ്യത്തിന്റെ അനുവാദത്തിനായിട്ട് ആ ജീവൻ കാത്തിരുന്നു. ആ അനുവാദം കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ താൻ നിസ്സഹായനാണ്. കാരണം ഏതാണ് സ്വധർമ്മം ഏതാണ് പരധർമ്മം എന്നറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തനിക്കിനി സ്വയം ഇത് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങയുടെ കൃപ വേണമെന്ന ഭാവത്തിൽ ആ ജീവൻ ആ ഭഗവത് സാന്നിധ്യത്തിൽ സമർപ്പിതനാകുന്നു, ശരണാഗതനാകുന്നു. അവിടെ ആ ഭഗവാൻ എണീറ്റുകൊണ്ട് അദ്ദേഹത്തിന് ഉപദേശം നൽകുന്നു. ആ ഉപദേശമാണ് ഭഗവത്ഗീത. ഭഗവാൻ പാടിയ പാട്ടായതുകൊണ്ട് ഭഗവത്ഗീത. ആ ഉപദേശം സ്വീകരിച്ച അർജുനൻ തൻ്റെ കർത്തവ്യത്തെ വ്യക്തമായി മനസ്സിലാക്കി. ഇതാണ് എൻ്റെ സ്വധർമ്മം, അത് പരധർമ്മമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് തൻ്റെ പക്ഷത്ത് ചെന്നു, യുദ്ധം നടത്തി, യുദ്ധത്തിൽ ജയിച്ചു. ഇതാണ് മഹാഭാരതത്തിൻ്റെ ഇതിവൃത്തം. അപ്പോൾ ഭഗവത്ഗീത ഭഗവാൻ കൊടുത്ത ഉപദേശം, ജീവന് കൊടുത്ത ഉപദേശം, ഭഗവാനെ അംഗീകരിക്കുന്ന ജീവന് കൊടുത്ത ഉപദേശം. ആ ഉപദേശത്തെ സ്വീകരിച്ച് ജീവൻ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുകയും പരധർമ്മത്തെ ഉപേക്ഷിക്കുകയും അങ്ങനെ നല്ലൊരു ജീവിതം നേടിയെടുക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഭഗവാൻ കൊടുത്ത ഉപദേശത്തിന്റെ സാരം എന്താണ് അത് മനസ്സിലാക്കാനായിട്ട് ഭഗവത്ഗീത എന്ന പേര് തന്നെ നമുക്കെടുക്കാം. ഈ പാട്ടിന് ഭഗവത് എന്ന പേര് കൊടുക്കാനുള്ള കാരണം ഇതിൽ ഭഗ ഉള്ളതുകൊണ്ടാണ്. അതായത് ഈ പാട്ട് നമ്മൾ ശ്രവിച്ച് ഉൾക്കൊണ്ടാൽ ഭഗ നമ്മിലേക്ക് പ്രവേശിക്കും. നമുക്ക് ഭഗയുണ്ടെങ്കിൽ അർജുനൻ നേടിയ അതേ വിജയം നമുക്കും നേടാൻ സാധിക്കും. ഭഗ എന്ന് പറയുന്നത് 6 ഗുണങ്ങളുടെ സമുച്ചയമാണ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഗുണങ്ങളാണ് ഇവ. അതുകൊണ്ടാണ് ഒറ്റ പദമായിട്ട് ഭഗ എന്ന ശബ്ദം കൊണ്ട് വിളിക്കുന്നത്. ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ഈ 6 ഗുണങ്ങളാണ് ഭഗ. ഇവിടെ ജ്ഞാനം എന്ന് ആദ്യം പറഞ്ഞു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. ഒരു ജീവൻ താൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്ന പരിമിതിയിൽ നിൽക്കുന്ന അജ്ഞാനിയാണ്. ആ അജ്ഞാനത്തെ മറികടക്കാനായി നിരന്തരമായ സാധന ചെയ്താൽ ശരീര മനോബുദ്ധികൾക്ക് അതീതമായി നിൽക്കുന്ന ശുദ്ധമായ ബോധം, ഈശ്വരൻ എന്ന ഭാവത്തിൽ അവൻ കാണുന്ന ആ തത്വം അവൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാവും. ആ തിരിച്ചറിവാണ് ജ്ഞാനം. അപ്പൊ സാധനയിലൂടെ അവൻ അവനെ തന്നെ തിരിച്ചറിയണം. കാരണം അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂല കാരണം അവന്റെ അജ്ഞാനമാണ്. വാസ്തവത്തിൽ സ്വധർമ്മ പരധർമ്മ യുദ്ധം പോലും ആവശ്യമില്ല. കാരണം സ്വധർമ്മം എന്നുള്ളത് പോലും ഇല്ല. കാരണം അവൻ ശരീരവും മനസ്സും ബുദ്ധിയുമല്ല, അവൻ ശുദ്ധ ബോധമാണ്, നിത്യ സ്വതന്ത്രനാണ്. അപ്പൊ ഒരു സമയത്ത് പോലും ഇതെന്റെ ധർമ്മം ഇതെന്റേതല്ലാത്തത് എന്ന ഭേദം അവനില്ല. അവൻ അതിനെല്ലാം അതീതനാണ്. പക്ഷെ അത് മറന്നുകൊണ്ട് അജ്ഞാനിയായിരിക്കുകയാണ്. അപ്പൊ അവൻ സാധനയിലൂടെ സ്വയം തിരിച്ചറിയണം. ഇതാണ് ഭഗവത്ഗീത നൽകുന്ന ആദ്യത്തെ ഉപദേശം. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഇതാണ്. ഈ ജ്ഞാനത്തിനുള്ള വഴിയാണ് ഭഗവാൻ ഉടനീളം ഉപദേശിക്കുന്നത്. ഈ ജ്ഞാനം നമ്മൾ സമ്പാദിച്ചാൽ സാധനയിലൂടെ ശരീര മനോബുദ്ധികൾക്ക് അതീതമായ ബോധം എന്ന ഭാവം നമ്മൾ നേടിയാൽ ആ ഭാവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വൈരാഗ്യം സിദ്ധിക്കും. ഇതാണ് രണ്ടാമത്തെ ഗുണം. ആദ്യത്തേത് ജ്ഞാനം, രണ്ടാമത്തേത് വൈരാഗ്യം. രാഗം എന്ന് പറഞ്ഞാൽ വേണമെന്നുള്ള ഭാവമാണെന്ന് നേരത്തെ കേട്ടു. അപ്പൊ അതിന് വിരുദ്ധമായതാണ് ദ്വേഷം. രാഗവും ദ്വേഷവും വസിക്കുന്നത് മനസ്സിലാണ്. വാസനകൾ ചിന്തകളാകുന്നു, ചിന്തകൾ ആവർത്തനത്തിലൂടെ രാഗദ്വേഷങ്ങളാകുന്നു. ഇത് മനസ്സിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ബുദ്ധിയിൽ ഇതില്ല. ബുദ്ധി സാക്ഷിയാണ്. മനസ്സിനെ പ്രേരിപ്പിക്കുന്നതും മനസ്സിനെ കാണുന്നതും മനസ്സിനെ ഭരിക്കാൻ കഴിവുള്ളതുമാണ് ബുദ്ധി. പക്ഷെ ബുദ്ധി പലപ്പോഴും മനസ്സിനോട് ഒട്ടി നിൽക്കും. അപ്പൊ അതിന് താൻ മനസ്സ് തന്നെയാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ട് മനസ്സ് പോകുന്നതിന്റെ പിന്നാലെ ബുദ്ധി പോകും. എന്നാൽ ഒരു വ്യക്തി സാധനയിലൂടെ തന്നെ തിരിച്ചറിയുമ്പോൾ അയാളുടെ ബുദ്ധിക്ക് നല്ല തെളിമയുണ്ടാവും. മനസ്സിനെ നിരീക്ഷിക്കാനും മനസ്സിനെ ഭരിക്കാനുമുള്ള കഴിവ് അയാൾക്കുണ്ടാവും. അപ്പൊ മനസ്സിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഭാവം സഹജമായതുകൊണ്ട് മനസ്സിന്റെ രാഗവും ദ്വേഷവും അയാളെ ബാധിക്കില്ല. ഇതാണ് വൈരാഗ്യം, അതായത് തെളിമയുള്ള ബുദ്ധി. അപ്പോൾ ജ്ഞാനം ഭഗവത് ഉപദേശത്തിൽ നിന്നും കിട്ടണം. ആ ജ്ഞാനം നേടിയാൽ വൈരാഗ്യം സിദ്ധിക്കും, ബുദ്ധിക്ക് തെളിമയുണ്ടാവും. അങ്ങനെ തെളിമയുള്ള ബുദ്ധി മനസ്സിനെ ഭരിക്കാൻ പ്രാപ്തനാവും. കാരണം സ്വധർമ്മം ഏതാണെന്നും പരധർമ്മം ഏതാണെന്നും വേർതിരിച്ചറിയാനും സ്വധർമ്മത്തെ ചെയ്യാനും പരധർമ്മത്തെ ഉപേക്ഷിക്കാനും മനസ്സിനെ ആജ്ഞാപിക്കണമെങ്കിൽ ബുദ്ധിക്ക് നല്ല ബലം വേണം. ആ ബലം കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിയുടെ ആജ്ഞാപന പ്രകാരം മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ മനസ്സിനെ ബുദ്ധി ഭരിക്കാൻ തുടങ്ങും. ആ ഭാവത്തെയാണ് ഈശ്വരഭാവം എന്ന് പറയുന്നത്. അതിന്റെ അവസ്ഥയാണ് ഐശ്വര്യം, മൂന്നാമത്തെ ഗുണം. അതായത് ആദ്യം അവനവനെ കുറിച്ചുള്ള ജ്ഞാനം, പിന്നെ ബുദ്ധിക്ക് തെളിമയായ വൈരാഗ്യം, പിന്നെ മനസ്സിന്റെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം, ഐശ്വര്യം. ഇങ്ങനെ ഐശ്വര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ മനസ്സ് കുറച്ച് സ്വധർമ്മം കുറച്ച് പരധർമ്മം എന്ന് പറഞ്ഞ് പല വഴിയിലൂടെ പോകുന്നത് കൊണ്ട് ഒരിക്കലും ഫോക്കസ്ഡ് ആയിരിക്കില്ല. എന്നാൽ
വൈരാഗ്യവും ഐശ്വര്യവുമുള്ള ഒരു വ്യക്തിയുടെ മനസ്സിനെ നല്ല നിയന്ത്രിക്കുന്ന ബുദ്ധിയുണ്ടെങ്കിൽ, നല്ല തെളിമയുള്ള ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒഴുകാൻ തുടങ്ങും. അപ്പൊ മനസ്സിന്റെ ഊർജം കേന്ദ്രീകൃതമാകും. പല വഴിയിലേക്ക് ഡിസിപ്പേറ്റ് ആവാതെ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഊർജത്തിന്റെ കോൺസെൻട്രേഷൻ ആണ് വീര്യം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. 4ാമത്തെ ഗുണം. അപ്പൊ നമുക്ക് ജ്ഞാനമുണ്ടായി, വൈരാഗ്യമുണ്ടായി, ഐശ്വര്യമുണ്ടായി, വീര്യമുണ്ടായി. നല്ല കേന്ദ്രീകൃതമായ ഊർജപ്രവാഹം മനസ്സിന് സംഭവിക്കുമ്പോൾ മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മികച്ചതാകും. സ്വധർമ്മത്തെ വളരെ നന്നായി ചെയ്യാൻ മനസ്സിന് സാധിക്കും. അങ്ങനെ ശ്രേഷ്ഠമായ പ്രവൃത്തി വീര്യത്തിലൂടെ സംഭവിക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മളോട് ആദരവ് തോന്നും. അതായത് മറ്റുള്ളവരുടെ ആദരവ് അർഹിക്കുന്ന പ്രകാരത്തിലുള്ള കർമ്മമാകും നമ്മുടേത്. അതാണ് യശസ് എന്ന പദം കൊണ്ട് 5ാമത്തെ ഗുണമായിട്ട് പറയുന്ന യശസ്. അത് വാസ്തവത്തിൽ കർമ്മത്തിന്റെ ശ്രേഷ്ഠതയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ നമ്മുടെ മഹിമയെ മനസ്സിലാക്കുകയും നമ്മെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ മികവ് കൊണ്ടാണ്. അപ്പൊ ആ പ്രവൃത്തി മികവാണ് അവിടെ യശസ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നന്നായി പ്രവർത്തിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ അവൻ അർഹതപ്പെട്ടിട്ടുള്ള എല്ലാ വിഭൂതിയും, അതായത് സമൃദ്ധിയും സമ്പത്തും അവന് സ്വാഭാവികമായും ലഭിക്കും. കാരണം കർമ്മം നല്ലതാണെങ്കിൽ ഫലം തീർച്ചയായും നല്ലതായിരിക്കും. കർമ്മം സ്വധർമ്മത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ഫലവും സ്വധർമ്മത്തിനനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് നല്ല ഫലമായിരിക്കും. അതിനെയാണ് ശ്രീ എന്ന് വിളിക്കുന്നത്. 6ാമത്തെ ഗുണം. ഈ 6 ഗുണങ്ങളുടെയും സമുച്ചയമാണ് ഭഗ. ഒന്നുണ്ടായാലേ മറ്റേതെല്ലാം ഉണ്ടാവും. അപ്പോൾ ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ഇത് 6ഉം സമ്പാദിക്കാനാണ് വാസ്തവത്തിൽ ഭഗവാൻ ഉപദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തി സാധനയിലൂടെ താൻ ആരെന്ന് ഉൾക്കൊണ്ടാൽ, തൻ്റെ യഥാർത്ഥ സ്വരൂപം ശുദ്ധമായ ബോധമാണെന്ന് മനസ്സിലാക്കിയാൽ അവൻ്റെ ബുദ്ധിക്ക് തെളിമയുണ്ടാകും. തെളിമയുള്ള ബുദ്ധി മനസ്സിനെ ഭരിക്കും. അങ്ങനെ ഭരിക്കപ്പെടുന്ന മനസ്സ് വളരെ കേന്ദ്രീകൃതമായിട്ട് ഒഴുകും. അങ്ങനെ ഒഴുകുന്ന മനസ്സ്, അതായത് ഫോക്കസ്ഡ് ആയ മൈൻഡ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതിലൂടെ ഒരുപാട് സമ്പാദ്യം അവനുണ്ടാവും. അവൻ അർഹിക്കുന്നതെന്തോ അത് അവന് ലഭിക്കും. അപ്പം നല്ലൊരു ജീവിതം മനുഷ്യന് കിട്ടും. ഇങ്ങനെ നല്ല ജീവിതം കിട്ടുന്ന സമയത്ത്, ഇവിടെ കർമ്മചക്രമാണെന്ന് നേരത്തെ പറഞ്ഞു, തുടങ്ങുന്നു, ഒടുങ്ങുന്നു, വീണ്ടും തുടങ്ങുന്നു, ഒടുങ്ങുന്നു, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൽ നിന്നും മോചനം കിട്ടുന്നത് എപ്പോഴാ? അവനവനെ അറിയുമ്പോഴാണ്. താൻ ഇതല്ല എന്ന് മനസ്സിലാക്കിയവൻ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നില്ല. അപ്പോൾ ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഏതൊരു ധർമ്മത്തിൽ നിന്നും ജനിച്ചുവോ അതിനെ പൂർത്തീകരിക്കുന്നതിലൂടെ അത് തിരമാല കടലിലേക്ക് ചെന്ന് ലയിക്കുന്ന പോലെ പ്രകൃതിയിൽ ചെന്ന് ലയിക്കും, ഇല്ലാതെയാകും. നിത്യവസ്തുവായ ശുദ്ധവസ്തുവായ ബോധം സ്വാതന്ത്ര്യത്തിൽ തന്നെ കഴിയുന്നു. അതാണ് മോക്ഷം എന്ന ഭാവം. അപ്പൊ കർമ്മചക്രത്തിൽ നിന്നുമുള്ള മോചനമാണ് മുക്തി. ആ ഭാവം സിദ്ധിക്കും. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അതാണ്. നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ധർമ്മത്തെ തീർക്കാനും അതുവഴി മനസ്സിനെ ശാന്തമാക്കാനും. കാരണം സ്വധർമ്മം ചെയ്യുന്ന അന്തരീക്ഷത്തിലാണെങ്കിൽ മനസ്സ് ക്രമേണ ശാന്തമായിക്കൊണ്ടിരിക്കും. ശാന്തമായ മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്, ബുദ്ധിക്ക് തെളിമ വരും. അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട് സാധന ചെയ്യാൻ എളുപ്പമാണ്, ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റും. അപ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മുക്തിയാണെന്ന് സൂചിപ്പിക്കാനാണ്. ആ മുക്തി നേടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭാവത്തെ സ്വീകരിച്ചിട്ടുള്ളത്. അജ്ഞാനമുള്ള ശരീരമനോബുദ്ധികൾ എന്ന പരിമിതിയിലുള്ള ഈ ജീവഭാവം. അപ്പോൾ കർമ്മത്തെ ചെയ്തുകൊണ്ട് നൈഷ്കർമ്മത്തെ സമ്പാദിക്കാനുള്ള രഹസ്യമാണ്. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ കർമ്മമില്ലാത്ത ഭാവം, മോക്ഷം എന്ന ഭാവം. അത് നേടാനുള്ള രഹസ്യമാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അത് ഭഗവാന്റെ ഉപദേശത്തിൽ വിസ്തരിച്ചു തന്നെയുണ്ട്. അതിൻ്റെ സാരത്തെയാണ് ഭഗ ശബ്ദം കൊണ്ട് നമ്മൾ ഗ്രഹിച്ചത്. ഭഗവത്ഗീതയെ പഠിച്ചാൽ, ഭഗവാൻ കൊടുത്തുള്ള ഉപദേശത്തെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ ഭഗ ഉണ്ടാവും. നമ്മളും ഭഗയുള്ളവരാകും, അതായത് ഭഗവാനാകും. ഭക്തനെ ഭഗവാനാക്കുന്ന വിദ്യയാണ് ഭഗവത്ഗീത. അർജുനന്റെ സ്വരൂപം താൻ തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ഭഗവത്ഗീത. ഇനി ഇവിടെ ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. ആ ആത്മസാക്ഷാത്കാരം നേടുന്നത് വരെയും, കാരണം അത് നേടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, ആൾക്കാർക്ക് സമയമെടുക്കും. അത് നേടുന്നത് വരെയും എങ്ങനെ ജീവിക്കണം എന്ന സന്ദേശവും ഗീതയിലുണ്ട്. അത് ഗ്രഹിക്കാനായിട്ട് നമുക്ക് അർജുനന്റെ ഭാവം തന്നെ എടുത്താൽ മതി. അർജുനൻ ഭഗവാന്റെ മുമ്പിൽ ശരണാഗതിയെ നേടി. ഈ സമർപ്പണ ഭാവമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് ഞാൻ ശുദ്ധമായ ബോധമാണെന്ന് തിരിച്ചറിയുന്നത് വരെയും
എൻ്റെ ഉള്ളിൽ ചൈതന്യമായി ശോഭിക്കുന്ന, കാരണം എന്നിൽ നിന്ന് അന്യമായ ഒരു പൊരുളാണ്, എൻ്റെ കേന്ദ്രത്തിലുള്ളതാണെങ്കിലും അന്യമായ ഒരു പൊരുളായിട്ടാണ് ഞാൻ അറിയുന്നത്. ആ ശുദ്ധമായ ബോധം എന്നിൽ മാത്രമല്ല എല്ലാവരിലും ഉണ്ടെന്നും എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ടെന്നും ഇതിനെയെല്ലാം അതിക്രമിച്ച് നിൽക്കുന്നതാണെന്നും, അതായത് പ്രപഞ്ചത്തിന് തന്നെ ആധാരമായി നിൽക്കുന്ന സത്വസ്തുവാണെന്നും മനസ്സിലാക്കി ആ വസ്തുവിനെ ശരണം പ്രാപിക്കുക, ആ വസ്തുവിന് ഈശ്വരത്വം കൽപ്പിക്കുക. കാരണം ജീവഭാവമുള്ളത് വരെയും ഈശ്വരഭാവമുണ്ട്. ആത്യന്തികമായി രണ്ടും ഒന്നാണ്. അകത്ത് ബോധമായിരിക്കുന്നവൻ തന്നെയാണ് ഞാൻ. ആ ബോധം എത്തുന്നത് വരെയും അത് ഈശ്വരനായും താൻ ജീവനായും നിലനിൽക്കും. ആ ജീവൻ ഈശ്വരനിൽ സമർപ്പിതനായിട്ട് കഴിയണം. ഭഗവത്ഗീതയുടെ ആ പരമമായ ബോധം, അതായത് ഭഗ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ശരണാഗതിയിലൂടെയാണ്. ഇതുകൊണ്ടാണ് അർജുനൻ ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി നേടി എന്ന് പറയുന്നത്. അങ്ങ് എനിക്ക് ഉപദേശിച്ചാലും എനിക്കറിയില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നമ്മുടെ നാഥനായി മനസ്സിലാക്കി, നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും പിന്നിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അദ്ദേഹത്തിനു വേണ്ടി ചെയ്യാൻ തുടങ്ങിയാൽ സഹജമായി തന്നെ സ്വധർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തിക്ക് സ്വധർമ്മം ഏത് പരധർമ്മം ഏതെന്ന് അറിയുന്നില്ല, അയാൾ ആകെ കഷ്ടപ്പെടുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ബോധമായിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തോട് സമർപ്പിത ഭാവം അയാൾ വളർത്തിയാൽ മതി. ഭഗവത്ഗീത നൽകുന്ന ഏറ്റവും ലളിതമായ ഉപദേശമാണിത്. അതിൻ്റെ ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള അറിവാണ് ആ സമർപ്പണ ഭാവം, ശരണാഗതി. അത് നമുക്ക് ഭഗവാനോടുണ്ടായാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്, അർജുനന്റെ രഥത്തെ ഏതുപോലെയാണോ ഭഗവാൻ നയിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരമാകുന്ന ഈ രഥത്തെ ഭഗവാൻ നയിക്കുമെന്ന ഭാവത്തിൽ, ഭഗവാനാണ് നയിക്കുന്നതെന്ന ബോധത്തിൽ നമ്മൾ ഭഗവാനിൽ സമർപ്പിതരായിട്ട് കഴിയണം. അങ്ങനെ കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവാന് വേണ്ടി എന്ന രീതിയിൽ ചെയ്യുമ്പോൾ പുതിയ വാസനകൾ ഉണ്ടാവില്ല. കാരണം ഭഗവാന് വേണ്ടി ചെയ്യുന്നതാകുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾ ഭഗവാനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വാസനകളെല്ലാം ഭഗവാനാണ് കൊടുക്കുന്നത്. അതിൽ ഒരു മമത്വം നമുക്കുണ്ടാവില്ല. ആ രീതിയിൽ വരുമ്പോൾ പുതിയ വാസനകൾ ഉണ്ടാകുന്നത് കുറയും. അതുവഴി തന്നെ പരധർമ്മം കുറയും. സ്വധർമ്മത്തിന് കൂടുതൽ തെളിമയുണ്ടാവും. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സിൽ ബുദ്ധിക്ക് തെളിമ കൂടുതൽ കിട്ടും. തെളിമയുള്ള ബുദ്ധിയോടുകൂടി നമുക്ക് ആത്മസാക്ഷാത്കാരം സാധ്യമാണ്. സാധന എളുപ്പം പറ്റും. അപ്പോൾ ശരണാഗതി നേടിക്കൊണ്ട്, ഈ ഒരു ശരണാഗതിയെയാണ് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം, വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. അതായത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. അവിടെ എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് എന്ന് പറയുമ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി ഇവയുടേതായ സ്വധർമ്മത്തെ അത് അവയുടേതാണെന്ന് മനസ്സിലാക്കി നീ ശുദ്ധമായ ബോധം, അതായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയൂ എന്നാണ് പറയുന്നത്. ആ തിരിച്ചറിവ് വരുന്നത് വരെയും എന്നെ ഈശ്വരനായി കണ്ട് എന്നിൽ സമർപ്പിക്കുക. അപ്പൊ ഇതിൻ്റെ എല്ലാം ഉറവിടം ഞാനാണെന്ന് മനസ്സിലാക്കി ഇതെല്ലാം തിരിച്ചെനിക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പുണ്യപാപങ്ങളാകുന്ന എല്ലാ ദോഷങ്ങളും ഗുണങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മുക്തനാക്കും. പിന്നെ നിന്നെ ഒന്നും ബാധിക്കുകയില്ല. കാരണം എല്ലാം നീ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എല്ലാ ഫലങ്ങളും നീ എനിക്കാണ് സമർപ്പിക്കുന്നത്. ആ ഭാവത്തിൽ ജീവിക്കുക. അപ്പൊ ഭക്തിയിലൂടെ ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ് ഭഗവത്ഗീത നിർദ്ദേശിക്കുന്നത്. ഭക്തിയുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെല്ലാം കർമ്മയോഗമായിട്ട് മാറും. യോഗം എന്നാൽ യുജ് ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ചേർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ജീവൻ ഈശ്വരനുമായി ചേരുന്ന ആ ജ്ഞാനം എന്ന ഭാവമാണ് യോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. കർമ്മത്തിലൂടെയും യോഗം നേടാം ഭക്തിയുണ്ടെങ്കിൽ. അപ്പോൾ ഭക്തി, കർമ്മം, ജ്ഞാനം ഇവ മൂന്നും പരസ്പരം പൂരകങ്ങളാണെന്ന് മനസ്സിലാക്കി ഭഗവത് സാന്നിധ്യം ആദ്യം ഉൾക്കൊണ്ട്, കാരണം അർജുനനുണ്ടായ ആദ്യത്തെ ഗുണം ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാൻ സാരഥിയായിട്ടിരിക്കുന്നത്. തൻ്റെ രഥത്തെ ഓടിക്കുന്നത് ഭഗവാനാണെന്നുള്ള ബോധത്തിൽ ആ ഭഗവാനിൽ സമർപ്പിതനായി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുക. വാസനകളുടെ പ്രേരണയാലാണ് ചെയ്യുന്നത്, പക്ഷെ അതെല്ലാം ഭഗവാന് വേണ്ടിയാണ്. ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന ഭാവം വളർത്തുക. അങ്ങനെ വളർത്തുന്ന സമയത്ത് പരധർമ്മം കുറയുകയും സ്വധർമ്മം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യും. തദ്വാര ഭഗ എന്ന് പറയുന്ന 6 ഗുണങ്ങളും നമുക്ക് സിദ്ധിക്കും. ഭഗവത്ഗീത പൂർണ്ണ തോതിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും. ഇതാണ് ഗീതയുടെ സാരം. വളരെ ലളിതമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആഴത്തിലേക്കൊന്നും ചെന്നിട്ടില്ല. ഈ ഒരു സാരം ഉൾക്കൊണ്ട് ഇത് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭഗവത്ഗീതയെ മുഴുവനായി പഠിക്കുക. വളരെ വിസ്തരിച്ച് തന്നെ ഈ മാർഗത്തെ ഭഗവാൻ അതിൽ വർണ്ണിക്കുന്നുണ്ട്. അത് നന്നായി മനസ്സിലാക്കി മഹാത്മാക്കളുടെ എല്ലാം വ്യാഖ്യാനങ്ങളുടെ സഹായത്തോടു കൂടി അതിനെ കൂടുതൽ ഉൾക്കൊണ്ട്
ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഭാഗ്യം ആ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗീതാസാരത്തിൻ്റെ ഈ ലളിതമായ ആഖ്യാനം ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.